ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല കാഫേ സ്റ്റൈൽ ട്യൂണ സാൻഡ്വിച്ച്, ട്യൂണ ഫിഷ് സാൻഡ്വിച്ച്. ടിന്നിൽ കിട്ടുന്ന ട്യൂണ ഫിഷ് കൊണ്ടുണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓളിൻ്റെ സെലക്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസ് എല്ലാം വരും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ചെറുതായിരുന്നപ്പോഴും ഞങ്ങൾക്കൊരു നെയ്ബർ ഉണ്ടായിരുന്നു, എയ്മി. അമേരിക്കൻ ആയിരുന്നു. അപ്പോൾ എമിയുടെ വീട്ടിൽ ഞാൻ കളിക്കാൻ പോവുമായിരുന്നു. എമിയുടെ വീട്ടിൽ ഒരു ദിവസം പോയപ്പോൾ നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ച് തന്നു മദർ കഴിക്കാൻ. അപ്പോൾ എന്താണെന്നൊന്നും അറിഞ്ഞില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഉമ്മാനോട് നല്ലൊരു സാൻഡ്വിച്ച് കഴിച്ചു, ഉമ്മ അതുപോലെ ഉണ്ടാക്കി തരണം. അപ്പോൾ ഉമ്മ എമിയുടെ മദറിനോട് ചോദിച്ച് മനസ്സിലാക്കിയത് ട്യൂണ ഫിഷ് സാൻഡ്വിച്ച് ആണെന്ന്. അപ്പോൾ അന്ന് മുതൽ അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ട്യൂണ ഫിഷ് സാൻഡ്വിച്ച്. ഇതുപോലെ ഉണ്ടാക്കുക ശരിക്കും കാഫേയിലൊക്കെ കിട്ടുന്ന സാൻഡ്വിച്ച് പോലെയാണ്. നമുക്ക് പലതരം ബ്രെഡ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ കുറേം കൂടി ഫാൻസി ആക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് നമ്മൾ 2 ടിൻ ട്യൂണ വെച്ചിട്ടാണ് സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ട്യൂണ ഫ്ലേക്സ് ആണ്. ട്യൂണ ഫ്ലേക്സ് വെള്ളത്തിലുള്ളത്. ഓയിലിലുള്ള ട്യൂണ പലപ്പോഴും കാണാം, പക്ഷേ സാൻഡ്വിച്ചിന് വെള്ളത്തിലുള്ളതാണ് നല്ലത്. കാരണം നമ്മൾ മയോണൈസ് എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഈ ഓയിൽ എക്സ്ട്രാ ആയിട്ട് വരും, ഇത്തിരി ഹെവി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ട്യൂണയിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ട്യൂണ മാത്രമാണ് ബൗളിലേക്ക് ചേർത്തത്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നല്ല ക്വാളിറ്റി മയോണൈസ്, ആ മധുരം ഉള്ള മയോണൈസ് ഉപയോഗിക്കാണ്ടിരിക്കുക. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം മയോണൈസ്, പക്ഷെ നല്ലൊരു മോയിസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ട്യൂണ ഫ്ലേക്സ് ഇൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ട്യൂണ ചങ്ക്സും കിട്ടും. ചങ്ക്സ് ആകുമ്പോൾ ഇതുപോലെ ഉടച്ച് എടുക്കണം. ഫ്ലേക്സ് ആകുമ്പോൾ ആ പണി കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ മയോണൈസ് ചേർത്തു. ഇനി നമുക്ക് മസ്റ്റർഡ് ചേർക്കണം. 1/2 ടീസ്പൂൺ സാധാരണ യെല്ലോ മസ്റ്റർഡ്. ഇതിൽ കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പൊങ്ങി വരും. ചെറുതായിട്ടൊന്ന് ഇരിക്കാൻ പാടുള്ളൂ, മനസ്സിലാവരുത് അതിൽ മസ്റ്റർഡ് ഉണ്ടെന്ന്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ഒരെണ്ണം മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വലിയ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കരുത്. ഒരു ഉള്ളി മതി. അപ്പോൾ ഈ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ മയോണൈസ് ചേർക്കാം കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ മയോണൈസ് ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതുണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഹെർബ് ഉണ്ട്, ഡില്ലിൻ്റെ ഇലകൾ ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എറണാകുളത്ത് ലുലുവിൽ കണ്ടിരുന്നു. അപ്പോൾ എല്ലായിടത്തും കിട്ടാനാണ്. ഇപ്പോൾ ഡില്ല് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യണം. ഇതും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഡില്ലാണ് കേട്ടോ. അപ്പോൾ ഡില്ല് ചേർക്കുമ്പോൾ അതിൻ്റെ മണം കാരണം ആ ട്യൂണയുടെ ഒരു ഫിഷി സ്മെല്ല് ഇല്ലാണ്ടാവും. ശരിക്കും നല്ലൊരു ഫ്രഷ് ടേസ്റ്റുമാണ്, മണമാണ്. അപ്പോൾ ഡില്ല് ചേർത്ത് പിന്നെ മിക്സ് ചെയ്യാം. ഇത് ചോപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് വേണമെന്നില്ല, ഒരു നുള്ള് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ നുള്ള് പാപ്രിക്ക ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. കൂടി പോണ്ട ഈ സ്പൈസസ് ഒന്നും. നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചില്ലെങ്കിൽ ട്യൂണ സാൻഡ്വിച്ചിന് ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ മാതിരി തോന്നും. നല്ല തണുത്തിരിക്കണം ട്യൂണ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഞാൻ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എടുത്തു. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനുവേണ്ടി നല്ല ഫ്രഷ് ഐസ്ബർഗ് ലെറ്റസ്, നല്ല ക്രഞ്ചി ആയിട്ട് ഫ്രഷ് ആയത്. അപ്പോൾ നമുക്കിത് കഴുകണം. സാലഡ് സ്പിന്നറിലിട്ട് ഒന്ന് സ്പിൻ ചെയ്യാം, അല്ലെങ്കിൽ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഞാനിവിടെ സാധാരണ വൈറ്റ് ബ്രെഡാണ് എടുക്കുന്നത്.
നമുക്ക് കുറച്ചും കൂടി ഫാൻസി ആക്കണമെങ്കിൽ പലതരം സാൻഡ്വിച്ച് ബ്രെഡ്സ് കിട്ടും. അതിൽ നിന്ന് വെട്ടിയിട്ട് നമുക്ക് നല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബ്രെഡിൽ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫില്ലിങ് ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ് നന്നായിട്ട് വേണം. വളരെ പിശുക്കി ഒന്നും ഫില്ലിങ് ഇടരുത്, നന്നായിട്ട് ഫില്ലിങ് വേണം സാൻഡ്വിച്ചിന്. പിന്നെ ഞാനിവിടെ വൈറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല. ക്ലാസിക് ട്യൂണ സാൻഡ്വിച്ചിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യൂല. ഇനി ടോസ്റ്റഡ് ബ്രെഡ് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, പക്ഷെ ഫില്ലിങ് നല്ല തണുത്തിരിക്കണം. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, നല്ല ഫ്രഷ് ബ്രെഡ് ആയിരിക്കണം. കുറേ ദിവസം ഇരുന്ന് സ്റ്റെയിലായ ബ്രെഡ് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ലെറ്റസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റസാണ് ട്യൂണ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ശരിക്കും അതിൻ്റെ ആ ഗുമ്മ തരുന്നത്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആക്കിയതിന് ശേഷം ഇത് പകുതിയായിട്ട് നമുക്ക് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ. നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി ട്യൂണ സാൻഡ്വിച്ച്. റെസിപ്പീസ് ആർ സിമ്പിൾ എൻ്റെ വെബ്സൈറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. മലയാളത്തിൽ ഇതുവരെ ഇട്ടിരുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, പരീക്ഷിച്ച് നോക്ക്, എന്നിട്ട് വിവരം അറിയിക്കണം. ട്രൈ ചെയ്താൽ ഫോട്ടോ അയക്കണം, വിവരം അറിയിക്കണം, കമൻറ്റ് ഇടണം. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഇനിയും നല്ല റെസിപ്പീസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.